ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ ബ്ലോഗാണ്. കുറേ നാളായി കല്യാണം ഹസ്ബൻഡ്, അതായത് നമ്മളെ റിലേറ്റീവിൻ്റെ അടുത്ത റിലേറ്റീവിൻ്റെ ഒരു കല്യാണമായിരുന്നു, മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കഴക്കൂട്ടം അൽസാജിൽ വെച്ചായിരുന്നു കല്യാണം. ഞാനും എൻ്റെ മക്കളും ചെറുമക്കളും എല്ലാവരും കൂടി ഞങ്ങൾ കല്യാണ ഫംഗ്ഷൻ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. എല്ലാ റിലേറ്റീവ്സിനെ എല്ലാവരെയും കണ്ട് വളരെ സന്തോഷമായിരുന്നു. നമുക്ക് ഈ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എല്ലാവരെയും കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ഹാളിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാ റിലേറ്റീവ്സും വരും. അപ്പോൾ അവരെ കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു നല്ലൊരു മൈൻഡായിരുന്നു നമുക്ക്. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അതെല്ലാം കുടിച്ച്. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പലതരം ഫ്രൂട്ട് ജ്യൂസുകളും ചായയും പിന്നെ ഫ്രൈഡ് ഐറ്റംസും അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മിൻറ്റ് ലൈം അതാണ് കുടിച്ചത്. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ലൊരു ഡ്രിങ്കായിരുന്നു, നല്ല റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. അതെല്ലാം അത് കുറിച്ച് എല്ലാവരെയും കണ്ട് കുറച്ച് നേരം പുറത്തുനിന്നൊക്കെ സംസാരിച്ചിട്ട് ഹാളിലേക്ക് കയറി. ചെന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പല സ്ഥലത്തുനിന്നും കാണാൻ പറ്റാതെ എല്ലാവർക്കും എല്ലാ ടൈമിലും എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും പോകാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും തിരക്കുള്ള ഒരു ജീവിതമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഓടിപ്പോകുന്ന എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചെന്നു. അൽഹംദുലില്ലാഹ് എല്ലാവരെയും കണ്ടു. കല്യാണം പയ്യൻ ഹാളിൽ വന്ന സമയത്ത് പയ്യനെ വെൽക്കം ചെയ്ത ആ ഒരു സീനൊന്നും കാണാൻ പറ്റിയില്ല. പുറത്തുനിന്ന് വെള്ളം ടീയൊക്കെ കുടിക്കായിരുന്നു. അപ്പോൾ പുതിയ ആപ്പിൾ, അതായത് പയ്യൻ വന്നു. എല്ലാവരുമായിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും, ഞാനും എൻ്റെ മക്കളും കൊച്ചുമക്കളും നമ്മളെല്ലാവരും അവിടെ സ്ഥലത്തു നിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരെയും കണ്ടതിൽ പരം മറ്റൊരു സന്തോഷം വേറെയില്ല. ഇൻഷാ അല്ലാഹ് അതെല്ലാം കഴിഞ്ഞു. പിന്നെ കുറേ നേരം അവിടെ അതിന് അങ്ങനെ സ്പെൻഡ് ചെയ്തു. മക്കളെല്ലാവരും മറ്റു കൊച്ചുമക്കളെല്ലാവരും കൂടെ ആയിട്ട് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ പെൺകുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം വന്നു. അവരുടെ പെൺകുട്ടിയെ സ്വീകരിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളി സെറ്റപ്പായിരുന്നു, സൂപ്പറായിരുന്നു. അത് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയത്. അപ്പം പെൺകുട്ടിയെ സ്വീകരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സീൻ, അതൊരു നല്ലൊരു പ്രത്യേകതരം നൃത്തവും അടിപൊളിയായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനത് നിങ്ങൾ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. അടിപൊളിയാണ്, ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു, സൂപ്പറായിരുന്നു. വല്ലാത്തൊരു സീനും ഉണ്ട്. എന്താ പറയുക, അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എത്ര സമയമെടുത്ത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത്ര നല്ല രസമുള്ളൊരു സീനായിരുന്നു. നമ്മൾ സിനിമകളിൽ പോലെ ഇത്രയും നല്ല ഇങ്ങനെ ഒരു സീനൊന്നും കണ്ടിട്ടില്ല. പെൺകുട്ടിയെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു രംഗമൊക്കെ അടിപൊളിയായിരുന്നു. അതെല്ലാം പറഞ്ഞ് പെൺകുട്ടി നൃത്തത്തിൻ്റെ പുറകെ പെൺകുട്ടിയും അതിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന തലയുടെ മുകളിൽ ആ പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, സ്റ്റേജ് പോലൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ അങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന രംഗവും എല്ലാം കൂടി കണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം. നല്ലതായിരുന്നു, അൽഹംദുലില്ലാഹ്. ഓവറായിട്ടൊന്നും ഇല്ലായിരുന്നു, എല്ലാം വളരെ സ്റ്റേജ് അൽസാജ് അറീന ഒരു അൽസാജിൻ്റെ മെയിൻ ഇതല്ല, ഹാളല്ല, അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ചെറിയ ഹാളാണ്. പക്ഷേ ഭയങ്കര ആളും ഞെരുക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല റിലാക്സ് ചെയ്തിരിക്കാനും ഒരുപാട് പിന്നെ നൃത്ത സ്പേസും എല്ലാം ഉണ്ടായിരുന്നു.
ഭയങ്കര ബഹളങ്ങളും അങ്ങനെയൊന്നുമില്ലായിരുന്നു. നല്ലൊരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഡാൻസും കാര്യങ്ങളും എല്ലാം കൂടെയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് പെൺകുട്ടിയെ സ്വീകരിച്ചു കൊണ്ട് അവരെല്ലാവരും വന്നിട്ട് ഇനി അല്ല അവരൊക്കെ സ്റ്റേജിൽ കയറി. അതിനുശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഡൈനിങ് ഹാളിൽ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു ഡൈനിങ് അതായത് ഫുഡ് പെർ ഹെഡ് 1000 റുപ്പിക്ക് എബവാണ്. അതാ പക്ഷേ ഇല്ലാത്തതായിട്ടൊന്നുമില്ലായിരുന്നു. മട്ടൻ ബിരിയാണി, ചിക്കൻ മന്തി, പൊറോട്ട, അപ്പം, പിന്നെ സാലഡുകൾ പല രീതിയിലുള്ളത്, ഫ്രൂട്ട്സുകൾ, പിന്നെ അപ്പത്തിനും പൊറോട്ടയ്ക്കും വേണ്ടിയിട്ടുള്ള പിന്നെ ഈ ബട്ടർ ചിക്കൻ ഫ്രൈ എന്ന് വേണ്ട ഇഷ്ടം പോലെ ഐറ്റമായിരുന്നു. ഞാൻ ജസ്റ്റ് അല്പം ഒന്ന് മട്ടൻ ബിരിയാണി അല്പം കഴിച്ചു. ചെറുതായിട്ട് ചിക്കൻ മന്തി ചെറുതായിട്ട് ടേസ്റ്റ് നോക്കി. മറ്റൊന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാം കഴിച്ച് നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അല്പം ഇത് രണ്ടും തന്നെ ചെറുതായിട്ട് കഴിച്ചപ്പോൾ തന്നെ മതിയായി. പിന്നെ അത് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഡെസേർട്ടിൻ്റെ ഒരു ബഹളമായിരുന്നു. ഐസ്ക്രീം, കേക്ക്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ പുഡിങ്ങുകൾ, കരിക്കിൻ്റെ പുഡിങ്, പിന്നെ അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ കട്ടൻ ചായ പല രീതിയിൽ, നമ്മുടെ ജിഞ്ചർ ടീ, പിന്നെ അതുപോലെ ഒത്തിരി പലതരം ടീകൾ എല്ലാം. അതിലിപ്പോൾ ജിഞ്ചർ ടീ ചെറുതായിട്ട് അത് അല്പം കുടിച്ചു. എല്ലാത്തിനും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് അറിയണമല്ലോ. എന്നാലും എല്ലാം ഒന്നും കുടിക്കാനൊന്നും പറ്റില്ല. അല്പം ഒന്ന് ടേസ്റ്റൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങി നോക്കിയിട്ട് വീണ്ടും രാവിലെ തന്നെ അവർ ഫ്രൂട്ട് ജ്യൂസുകൾ വെച്ചിരുന്ന അതേ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ആ സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഫ്രൈഡ് ഐറ്റംസ് മാത്രം കുറഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ചായ അടിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. അടിപൊളി ഒരു ചായ എന്ന് പറഞ്ഞാൽ ചായയിൽ ബൂസ്റ്റ് ചായ, ഹോർലിക്സ് ചായ, പ്ലെയിൻ സാദാ ചായ എന്ന് വേണ്ട, ചായ തന്നെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അതിലൊരു ചായ കുടിച്ചു. ഫ്രൈഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കഴിച്ചില്ല. പിന്നെ കഴിക്കുന്നവരുണ്ട്, കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പിന്നെ അത് കഴിഞ്ഞ് പിന്നും ചായ കുടിച്ചിട്ട് പിന്നെ കുറച്ച് റിലേറ്റീവ്സിനെ പിന്നെ വീണ്ടും കണ്ടു. പിന്നെ ഹാളിനകത്തോട്ട് കയറിയില്ല, പുറത്ത് നിന്ന് തന്നെ കുറേ ആൾക്കാരെല്ലാവരായിട്ട് നമ്മൾ എല്ലാം കണ്ടു, സംസാരിച്ചു. പിന്നെ അവിടുത്തെ പുറത്തുള്ള ചെടികളും പൂക്കളും എല്ലാം കണ്ട് ഒത്തിരി നേരം അങ്ങനെ തന്നെ നോക്കിയിരുന്നു. നല്ല രസമായിരുന്നു. എൻ്റെ പുറത്തെ കാഴ്ചകൾ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചുമോള് എല്ലാവരുമായിട്ട് നമ്മൾ വെളിയിൽ പൂക്കളടുത്തൊക്കെ നിന്ന് കുറേ കളിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി വീട്ടിൽ വന്നു. അതാണ് ഇന്നത്തെ ഇതായിരുന്നു നടന്നത്. ഇത്രയും ആയിരുന്നു. അൽഹംദുലില്ലാ, അങ്ങനെ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലായിരുന്നു. അൽഹംദുലില്ലാ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.